വെൽക്കം ബാക്ക് ടു ഉർമിസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് തമ്പനിയിൽ കണ്ടതുപോലെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ജ്വല്ലറിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് നമുക്കിതുപോലെ ഫെവിക്രിൽ മോൾഡിറ്റ് ആണ്. പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള ടൂൾസ് വേണം, സിസേഴ്സ് വേണം, പെൻസിലൊക്കെ കരുതിയാൽ നല്ലതാണ്. അപ്പോൾ വീട്ടിലുള്ള എന്ത് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് റെസിനും ഹാർഡ്നറുമായിട്ട് 2 പാക്കറ്റിലാണ് വരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് എക്സ്ട്രാ വരുന്നത് സൂക്ഷിക്കുന്ന രീതിയും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു പെൻഡൻ്റ് ആണ്. അതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കവറിൽ അല്ലെങ്കിൽ ബോക്സിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് വെക്കണം എന്നുള്ളൊരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2 കോമ്പൗണ്ട്സും മിക്സ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പൗഡർ കയ്യിലിട്ട് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മോതിരമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെസിനും ഹാർഡ്നറും കൂടെ മിക്സായിട്ട് ഒരു ഒറ്റ കോമ്പൗണ്ടായിട്ട് നമുക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു പെൻഡൻ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പൗഡർ നമ്മൾ താഴെയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് അതിനൊന്ന് താഴെ വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ പൗഡർ താഴെ വിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മാച്ച് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ്, അതായത് തീപ്പെട്ടി യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ ഡിസൈനിങ് പാർട്ടാണ്. ഡിസൈനിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സാധാരണ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ ഡിസൈൻസൊക്കെ ഇതിന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റിയിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്ക് ഇതുപോലെ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഹാർഡൻ ചെയ്യാനായിട്ട് വെക്കണം. അതുപോലെ തന്നെ സ്റ്റഡ്സ് ഉണ്ടാക്കാനായിട്ട്, സ്റ്റഡ്സ് അല്ലെങ്കിൽ ഹാങ്ങിങ്സ്, ഇയർ ഹാങ്ങിങ്സ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. ഇതുപോലെ ചെറിയ ഷേപ്സിൽ മാച്ച് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടൊരു ഹോളൊക്കെ വെച്ചിട്ട് സെയിം ഡിസൈനിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസൈനിലോ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം മാത്രം, നമ്മൾ ഈ മോൾഡിറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂറിനകം ഇത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ ആദ്യം പൊതിഞ്ഞ് വെച്ച രീതി ഉണ്ടല്ലോ, മിക്സ് ചെയ്യാതെ പൊതിഞ്ഞ് വെച്ച രീതിയിൽ നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ലൊരു പ്ലാനാണ്. ഏത് ടൈപ്പ് ജ്വല്ലറി ആണ് അല്ലെങ്കിൽ ഏത് ഡിസൈനാണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം തന്നെ നോക്കി വെക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങുക. അപ്പോൾ ഇതുപോലെ ഞാനൊരു ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഹാർഡൻ ആയതിനു ശേഷം 1 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കല്ല് പോലെ ഹാർഡൻ ആവുന്നതാണ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈനും കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ കുഞ്ഞ് റോസാപ്പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാല ഉണ്ടാക്കുമ്പോൾ, ജ്വല്ലറി ഉണ്ടാക്കുമ്പോൾ അതിൽ ബീഡ്സും കൂടെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ബീഡ്സും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ മാച്ച് സ്റ്റിക്കിൽ നമുക്ക് കോർത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. മാച്ച് സ്റ്റിക്ക് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. അതുപോലെ തന്നെ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ടൂത്ത് പിക്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതിനൊരു ടെക്സ്ചർ കൊടുക്കാനായിട്ട് പെൻസിലിൻ്റെ ആ ഒരു ഷാർപ്പ് അല്ലാത്ത ബ്ലണ്ട് ആയിട്ടുള്ളൊരു ഏരിയ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഇതുപോലൊരു ടെക്സ്ചർ കിട്ടും. ഇതുപോലെ ഏത് ഷേപ്പിലും ഏത് ഫോമിലും നമുക്ക് ജ്വല്ലറി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതി യൂസ് ചെയ്തിട്ട് ഈ ഒരു പാക്കറ്റിന് ആകെ 25 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പാക്കറ്റ് കൊണ്ട് ഒരു പെൻഡൻറ്റും 2 ഇയറിങ്ങും 2 ബീഡ്സും പിന്നെ വേറൊരു ചെറിയൊരു പെൻഡൻറ്റും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത പെൻഡൻസ് ഒക്കെ ഇതിലൂടെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടായാലും, അതുപോലെ തന്നെ നിങ്ങളിത് ആദ്യം തന്നെ 1-2 തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതിൽ പ്രോ ആയി മാറും. അപ്പോൾ അങ്ങനെ പ്രോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ഏർണിങ്ങും കൂടെ ആയിട്ട് നിങ്ങൾക്കിത് മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊരു പ്രൊഫഷനായിട്ടും കൂടെ തിരഞ്ഞെടുക്കാനായിട്ട് ഇത് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഡിസൈനിങ്ങിനൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ബോട്ടിൻ്റെ ഒരു ക്യാപ്പ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കയ്യിലൊരു ഗ്രിപ്പ് കിട്ടും. അതുപോലെ തന്നെ അത് ഉണങ്ങുന്നതിന് മുന്നേ നമ്മൾ എല്ലാ ഡിസൈനിങ്ങും കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഏകദേശം നമ്മുടെ എല്ലാ ബീഡ്സും പെൻഡൻ്റൊക്കെ ഹാർഡൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ് പാർട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഫെവിക്രിലിൻ്റെ ബ്ലാക്ക് ആക്രിലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ഡിസൈനിങ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്യാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലൈനേഴ്സ് യൂസ് ചെയ്തിട്ട് ഫെവിക്രിലിൻ്റെ പേൾ കളേഴ്സും പിന്നെ നോർമൽ കളേഴ്സിലൊക്കെ വരുന്നത് ലൈനേഴ്സ് ഉണ്ട്, 3D ലൈനേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇയറിങ്സ് അല്ലെങ്കിൽ പെൻഡൻസ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബേസിക് ഐറ്റംസ് ആണ് ഇതുപോലുള്ള പ്ലയേഴ്സ്, പിന്നെ ഇതുപോലെ ത്രെഡ്, പിന്നെ കുറച്ച് കൊളുത്ത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ സാധാരണ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ എപ്പോഴും ചെയ്യാറുള്ളതുകൊണ്ട് ഞാൻ ഈ ഐറ്റംസൊക്കെ നമ്മുടെ എപ്പോഴും സ്റ്റോക്ക് കാണും കേട്ടോ. നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വാങ്ങി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് DIYs ആയിട്ടുള്ള ജ്വല്ലറി മേക്കിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കുറച്ച് കയ്യിൽ വെക്കുക. നിസ്സാര പൈസയേ വരുള്ളൂ. പക്ഷെ നമുക്ക് ഇതുപോലെ ഡിസൈനിങ് ഒക്കെ ചെയ്ത് വരുന്ന ജ്വല്ലറീസിനൊക്കെ നല്ലൊരു മാർജിൻ ഇട്ട് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലിപ്പോൾ കുറേ പേർക്കൊക്കെ ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഐഡിയ ആണ് ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ പല രീതിയിലുള്ള പെൻഡൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇയറിങ്സ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൗൾഡിറ്റിൻ്റെ പാക്കറ്റ്, ആകെ 25 രൂപയെ അതിന് വരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും റീസണബിൾ റേറ്റ് ആണ്. എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ അത് ഹാർഡൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഡിസൈനിങ് പാർട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പ്ലാനിങ് ആണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഓരോ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈയിങ് ടൈം കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിൽ ഒരിക്കലും പെർഫെക്ഷൻ വരില്ല. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളാണ് ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ബീഡ്സ് കയറ്റലും അതുപോലെ തന്നെ ബാക്ക് ത്രെഡ് വെക്കലും അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി അനുസരിച്ച്, അതുപോലെ തന്നെ എംബ്രോയ്ഡറി ത്രെഡിൽ എന്ത് ത്രെഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മാച്ചിങ് ത്രെഡ് ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ വർക്ക്സ് ഇതൊക്കെയാണ്. ഇതുപോലൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു പെൻഡൻ്റ് ആണ്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സും 3D ലൈനേഴ്സും ആണ്. അപ്പോൾ ഇതുപോലെ ഏതൊരു ഡിസൈനിലും നമുക്ക് ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് 3 ടൈപ്പിലുള്ള ജ്വല്ലറീസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉർമീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു ഫാമിലി മെമ്പറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ഔട്ട് ചെയ്യാതെ കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ അടുത്തത് നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേയുടെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ ഈ വീഡിയോ നന്നായിട്ട് വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ, അതായത് ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു ക്രൈറ്റീരിയയും കൂടെ, നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബറും കൂടി ആയിരിക്കണം. ഉർമീസ് വ്ളോഗ്സിൻ്റെ സബ്സ്ക്രൈബറും കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ഗീവ് അവേയിലേക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. മിസ് ചെയ്യാതെ എല്ലാ മെറ്റീരിയൽസും മെൻഷൻ ചെയ്യുന്ന ഫസ്റ്റ് 3 കമൻസിന് നമ്മുടെ ഈ ജ്വല്ലറി ആണ് ഗിഫ്റ്റായിട്ട് നമ്മൾ ഗീവ് അവേയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.